പേര് HIC-ABF സ്പെഷ്യൽ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് 2001 രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അരൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ്. ഞങ്ങൾ ബിസിനസ് തുടങ്ങിയത് ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയായിട്ടാണ്. അതായത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് രംഗത്ത് ഫ്രീസ് ഡ്രൈയിങ് എന്നുള്ള ഒരു അതിനൂതനമായുള്ളൊരു ടെക്നോളജി ഉപയോഗിച്ച് ചെമ്മീൻ ഫ്രീസ് ഡ്രൈ ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുക. അതായിരുന്നു ഞങ്ങളുടെ ആരംഭ പ്രോഡക്റ്റ്. അതിൽ ഞങ്ങൾ വളരെ ചെറിയ ഒരു വോള്യത്തിൽ തുടങ്ങി സ്റ്റെപ്പായിട്ട് വളർന്ന് ഫൈനലി ഒരു അനേക നാഷണൽ അവാർഡ്സ് കിട്ടുന്ന ഒരു രംഗത്തേക്ക് വരെ 8 നാഷണൽ അവാർഡ്സ് ഈ കഴിഞ്ഞ 23 വർഷമായിട്ട് നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് വാല്യൂ ആഡഡ് സീ ഫുഡ് പ്രൊഡക്ട്സിൽ. അതായത് ഒരു 1500ഓളം സീ ഫുഡ് സ്ഥാപനങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് നമുക്ക് 8 വർഷം അത് കിട്ടിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പ്രചോദനവും അഭിമാനവും ഉള്ളൊരു സംഗതിയാണ്. ഇതൊരു ജാപ്പനീസ് കമ്പനിയാണ്. HIC-ABF എന്നുള്ളത് 2 ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അബ്രീവിയേഷനാണ്. HIC എന്ന് പറഞ്ഞാൽ ഹിഗാഷിമാറു ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ, ABF എന്ന് പറഞ്ഞാൽ അസാഹി ബിയർ ഫുഡ്സ്. സോ ഇവരാണ് ഇതിൻ്റെ അകത്തെ ജപ്പാനിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ്. അതുപോലെ തന്നെ നമ്മളൊരു 15 വർഷം മുമ്പ് നമ്മൾ ഫ്രീസ് ഡ്രൈഡ് ഷ്രിമ്പ് രംഗത്ത് നിന്ന് ട്യൂണയുടെ പ്രോസസ്സിങ് ആരംഭിച്ചു. അത് റിട്ടോട്ട് ടെക്നോളജി ഉപയോഗിച്ച് ട്യൂണ അത് കുക്ക് ചെയ്ത് അതിൻ്റെ ഫ്ലേക്സ് എടുത്തിട്ട് അത് റിട്ടോട്ട് പൗച്ചസിലാക്കി. റിട്ടോട്ട് പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാനുള്ള ഒരു കാരണം, നമ്മുടെ ഇന്ന് ചെയ്യുന്ന ആ ഒരു റെഡി ടു ഈറ്റ് പ്രൊഡക്ട്സ് ഒക്കെ റിട്ടോട്ട് പൗച്ച് എന്നുള്ളൊരു കണ്ടെയ്നറിനുള്ളിലാണ് അത് പാക്ക് ചെയ്യുന്നത്. റിട്ടോട്ട് പൗച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പോളി ബാഗ് അല്ല. അത് വളരെ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പോളിമേഴ്സ് ഉപയോഗിച്ച് പ്ലസ് അലൂമിനിയം ലെയർ 4 ലെയർ ഉള്ള ഒരു പോളി ബാഗാണ്. നമ്മൾ ക്യാൻഡ് പ്രോഡക്ട്സിനെ പറ്റി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. കാരണം അതൊരു 100 ഇയർ പ്ലസ് ഓൾഡ് ടെക്നോളജിയാണ്. ക്യാൻഡ് പ്രോഡക്ട്സിനെ പറ്റി നമുക്കറിയാം. ക്യാൻഡ് ഫിഷ്, ക്യാൻഡ് പൈനാപ്പിൾ, ക്യാൻഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് സുപരിചിതമാണ്. പക്ഷേ റിട്ടോട്ട് പൗച്ച് ടെക്നോളജി ലോകത്തിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 40 വർഷമേ ആയുള്ളൂ. ഇന്ത്യയിൽ വന്നിട്ട് മേ ബി ഒരു അറൗണ്ട് 20-25 ഇയേഴ്സേ ആയിട്ടുള്ളൂ. സോ അപ്പം ഈ ഒരു സാങ്കേതിക വിദ്യ റിട്ടോട്ട് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭക്ഷണ പദാർത്ഥത്തെ പൗച്ചിനുള്ളിൽ സെമി കുക്ക് ചെയ്തതിന് ശേഷം പൗച്ചിനുള്ളിൽ നിറച്ചിട്ട് അതിനെ വാക്യൂം ചെയ്ത ശേഷം ഒരു വളരെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മളൊരു 170-120 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അപ്പോൾ അതിനുള്ളൊരു മെഷീനാണ് റിട്ടോട്ട് മെഷീൻ. അപ്പോൾ അത് അതിനൂതനമായ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും വിദേശത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്ത മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഹീറ്റ് പെനിട്രേഷൻ ടെക്നോളജി എന്നുള്ളൊരു ടെക്നോളജി ഉണ്ട്. അതുമൂലം ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ നമുക്ക് വേണ്ടിയ ആവശ്യമുള്ള ടെമ്പറേച്ചർ എത്തിക്കാൻ പറ്റും, ഹൈ ടെമ്പറേച്ചർ. എന്നാൽ മാത്രമേ അതിനുള്ളിൽ ഭക്ഷണത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബാക്ടീരിയയും, അതായത് ഭക്ഷണം സ്പോയിൽ ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് അഥവാ ബാക്ടീരിയ, അതിനെ നശിപ്പിക്കാനുള്ള തരത്തിലുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ അണ്ടർ ഹൈ പ്രഷർ. അപ്പം അതിനുശേഷം നമുക്ക് പുറത്തിറങ്ങി കിട്ടുന്നത് ഒരു 0 ബാക്ടീരിയ പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് എൻ്റെ മുമ്പ് സംസാരിച്ച ജംസക്രിയ പറഞ്ഞു ഇതിൻ്റെ ഷെൽഫ് ലൈഫ് 18 മാസം അല്ലെ ബിയോണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ പാക്കിനുള്ളിൽ 0 ബാക്ടീരിയ ആണ്. അത് നമ്മൾ ഉറപ്പുവരുത്തും. അതിന് ഫുഡ് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത ശേഷം ഇതിനെ 2 ആഴ്ച വെച്ച് ഇൻക്യുബേറ്റ് ചെയ്യും. എഗെയിൻ ജസ്റ്റ് ബൈ എനി മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു ബാക്ടീരിയ എങ്കിലും ഉണ്ടെങ്കിൽ ഇത് അതായത് അനേക സ്പീഡിൽ വേഗതയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ബാക്ടീരിയക്ക്. ചില ബാക്ടീരിയക്ക് 4 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റിനുള്ളിൽ ഡബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായും 2 ആഴ്ച വെച്ച് നോക്കുമ്പോൾ ഒരു ബാക്ടീരിയ എങ്കിലും ഉണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ഇതിനകത്ത് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പം ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് റിട്ടോട്ടൊക്കെ നിന്ന് ഇറങ്ങിയ ശേഷം 2 വീക്സ് അതിനെ ഇൻക്യുബേറ്റ് ചെയ്ത് എഗെയിൻ അഡീഷണലി വി ഡു എ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് വിച്ച് വിൽ സ്പാൻ അബൌട്ട് 4-5 ഡേയ്സ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആണ് നമ്മൾ വിപണിയിലൊരു പ്രോഡക്റ്റ് എത്തിക്കുന്നത്. അതുകൊണ്ട് ആണ് നമ്മൾ പറയുന്നത് ഇത് 100% ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റാണ്.
കാരണം ഇതൊരു പ്രിപ്പയർഡ് റെഡി ടു ഈറ്റ് ഫുഡാണ്. സോ വി ഹാവ് ടു എൻഷുർ ആസ് എ ഫുഡ് കമ്പനി ദാറ്റ് ഇറ്റ് ഈസ് 100% സേഫ്. ഇത് ഈ ഒരു ടെക്നോളജി വിദേശ രാജ്യങ്ങളിലെ ഡെവലപ്ഡ് രാജ്യങ്ങളിലെല്ലാം അക്സെപ്റ്റഡ് ആണ്. ഇറ്റ് ഈസ് വെരി പോപ്പുലർ. നമ്മൾ ലോകത്തിലെ എല്ലാ മിലിറ്ററി മെമ്പേഴ്സ് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദർ ഇസ് നോ വേ ടു ക്യാരി ബൾക്കി ഫുഡ്, കുക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല. സോ ദേ ഓൾ ക്യാരി റിട്ടോർട്ട് പൗച്ച് പ്രൊഡക്ട്സ്. സോ ഇറ്റ് ഇസ് സോ കൺവീനിയൻറ്റ്. അത് കാരണം വെച്ചാൽ നമുക്ക് ഹീറ്റ് ചെയ്ത് വി സേ ഹീറ്റ് ആൻഡ് ഹീറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഹീറ്റ് ഓൾസോ. ഹീറ്റ് ചെയ്യാതെയും കഴിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് സ്പൈസസ് ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് വാമപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മസാലകളൊക്കെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ് വരും. സോ ഇറ്റ് വിൽ ടേസ്റ്റ് ബെറ്റർ. അതുകൊണ്ട് മാത്രമാണ് ചൂടാക്കി കഴിക്കണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാതെയും കഴിക്കാം. നമ്മൾ ക്യാൻഡ് ഫുഡ് ഹീറ്റ് ചെയ്തിട്ടല്ല കഴിക്കുന്നത്. സോ അതുപോലെ ഈ പ്രോഡക്റ്റ് ഹീറ്റ് ചെയ്യാതെയും കഴിക്കാം. ബട്ട് സ്പൈസസ് ചേർന്നുകൊണ്ട് വി റെക്കമെൻഡ് ദാറ്റ് ഇത് ചൂടാക്കി കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ടേസ്റ്റിനബിൾസ് എന്നുള്ള ഒരു ഡിവിഷൻ, അതായത് കൺസ്യൂമർ പ്രൊഡക്റ്റ് ഡിവിഷൻ ആണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്. അത് തുടങ്ങിയെന്ന് വെച്ചാൽ അത് ഏതാണ്ട് 10 വർഷം ആയിട്ടുണ്ട്. 23 years ago we started the company. 15 years ago we diversified into tuna. 10 years ago we started a consumer product division called Tasteinables. ഇതിൽ ഇന്ന് തുടക്കത്തിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് we are getting very good response from the market about these products. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് പലർക്കും സംശയമാണ് ഈ ഫുഡ് പ്രോഡക്ട്സിൽ പ്രിസർവേറ്റീവ് ഉണ്ടോ ഇല്ലയോ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതുപോലത്തെ ഈ റിട്ടേർഡ് പ്രൊഡക്ട്സിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സീറോ ബാക്ടീരിയ പ്രൊഡക്റ്റ് ആണ്. അതിലെ ഉള്ളിലുള്ള എല്ലാ ഓക്സിജനും എടുത്തു മാറ്റി വാക്യൂം പാക്ഡ് ആണ്. സോ ദർ ഈസ് നോ need to be concerned about this matter. It is a safe product. ഒരു കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും കഴിക്കാം, കൊച്ചു കുഞ്ഞിന് വേണമെങ്കിലും കഴിക്കാം. And you can give it to an old person, elderly person, 80-90 years old. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ഒരു 85 year ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് ലിഫ്റ്റിൽ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭാര്യ മരിച്ചുപോയി. സോ ഈസ് എ വിഡോവർ. ലിഫ്റ്റിൽ കാണുന്ന സമയത്ത് പറയും, ഐ എം സർവൈവിങ് ഓൺ യുവർ അവിയൽ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എത്രമാത്രം അതിൻ്റെ ഇറ്റ് ഇസ് നോട്ട് ദ പ്രോഫിറ്റ് വിച്ച് ഡ്രൈവ്സ് us, ഇറ്റ് ഈസ് ദി സാറ്റിസ്ഫാക്ഷൻ. ദിസ് പ്രോഡക്റ്റ് ഈസ് സോ യൂസ്ഫുൾ ഫോർ സംബഡി എന്നുള്ള ഒരു തിരിച്ചറിവ്. ദാറ്റ് ഈസ് റിയലി ഡ്രിവൺ us സോ ടു ഫൈൻഡ് മോർ പ്രൊഡക്ട്സ്. കാരണം നമ്മുടെ മലയാളികൾ പലരും ഇന്ന് നാട് വിട്ടുപോയി. ഇനിഷ്യലി ഇറ്റ് വാസ് ടു അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകുന്നു. പക്ഷെങ്കിൽ ദേ ആർ മിസ്സിങ് ഔട്ട് ഓൺ ഒറിജിനൽ കേരള ടേസ്റ്റി, അതായത് കേരളത്തിൻ്റെ തനതായ ടേസ്റ്റുള്ള ഫുഡ് ദേ ആർ മിസ്സിങ് ഔട്ട്. സായിപ്പ് കറി വെച്ചാൽ എങ്ങനെയിരിക്കും, അതിനകത്ത് മധുരമായിരിക്കും. ബിക്കോസ് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ജപ്പാനിലും അല്ലെങ്കിൽ അമേരിക്കയിലും പോയി ഇന്ത്യൻ കറി കഴിക്കുന്ന സമയത്ത് ഇറ്റ് ഡസൻറ്റ് ടേസ്റ്റ് ലൈക്ക് ഇന്ത്യൻ ഫുഡ്. പിന്നെ നമ്മൾ മസാല ദോശ എന്ത് കഴിച്ചാലും വ്യത്യാസമുണ്ട്. അത് കാരണം നമ്മൾ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചൈനക്കാരൻ വന്ന് കഴിച്ചാൽ പറഞ്ഞാൽ ഹി ലാഫ് അറ്റ് us. ഇറ്റ് ഇസ് നോട്ട് റിയൽ ചൈനീസ് ടേസ്റ്റ്. ഇപ്പം നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു സാധ്യത ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ. വെയർ Indian population is available, our people are migrating, students, youngsters, they are all moving out. So we see a lot of people who are a potential market. Ipo idu oru potential market aanu. Similarly, people living outside of Kerala in various cities, people, because IT hubs